മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന ക്രിസ്മസ് അടുത്തടുത്ത് വരികയാണ്. ക്രിസ്മസ് കാലം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായൊരു ഫെസ്റ്റിവൽ സീസണാണ്. സത്യം പറഞ്ഞാൽ ഒരു വർഷം ജാനുവരി ടു ഡിസംബർ നമ്മളിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഡിസംബറാണ് ഏറ്റവും മനോഹരമായ മാസം എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം നല്ല തണുപ്പാണ്. ഡിസംബർ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയം. ആ ഒരു കുളിരുള്ള രാത്രികളും നല്ല എന്താ പറയുക മഞ്ഞു പെയ്യുന്ന രാത്രികൾ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മളുടെ ഇവിടെ ഇങ്ങനെ സ്നോഫോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പാണ് വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ. കൂടാണ്ട് പിന്നെ ശൈത്യകാലം എന്ന് തന്നെയാണ് പറയുന്നത് ഡിസംബർ കാലഘട്ടമൊക്കെ. വൃശ്ചിക മാസം തൊട്ട് അങ്ങനെ ആ ഒരു സമയമാണ്. പിന്നെ ഇതുകൂടാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നല്ല മിന്നുന്ന നക്ഷത്രങ്ങളും മനോഹരമായ പുൽക്കൂടുകളും അങ്ങനെ ഒരുപാട് പുൽക്കൂടിൻ്റെ കാഴ്ചകൾ, അത് ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലങ്ങൾ, വഴിനീളെ ഇങ്ങനെ ഇലൂമിനേറ്റഡ് ആയിട്ട്, അല്ല ഇങ്ങനെ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴിനീളെ ഇങ്ങനെ നല്ല ലൈറ്റ്സ് ഒക്കെ തൂങ്ങി ഭയങ്കര രസകരമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഒരു ഫെസ്റ്റിവൽ മൂഡെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും. ഇതിനോടൊപ്പം നമ്മൾക്ക് ക്രിസ്മസ് കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഓർമ്മകൾ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജനനം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കൂടാണ്ട് പിന്നെന്താ ക്രിസ്മസ് ട്രീ, പിന്നെ നല്ല ഭക്ഷണം, അത് കഴിഞ്ഞാൽ പിന്നെന്താണ് ക്രിസ്മസ് കേക്ക്, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണിത്. സമ്മാന പൊതികളുമായി പരസ്പരം ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്ന സമയം. നല്ല ഗ്രീറ്റിംഗ് കാർഡ്സ് ഇപ്പോൾ കടകളിൽ വാങ്ങാൻ കിട്ടുമല്ല, സ്വന്തമായിട്ട് തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാം. സാധാരണയായിട്ടൊരു ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് റിച്ച് ഫ്രൂട്ട് കേക്ക് ആണെങ്കിലും ഒരു ട്രഡീഷണൽ ക്രിസ്മസ് കേക്ക് ആണെങ്കിലും ധാരാളമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കാറുണ്ട്. അതിനകത്തിപ്പോൾ എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചേർക്കാം. അത് കൂടാണ്ട് റേസിൻസ്, അതായത് ചെറിയ മുന്തിരിങ്ങ, നമ്മുടെ കിസ്മിസ്, പിന്നെ സുൽത്താന എന്ന് പറഞ്ഞ കറുത്ത മുന്തിരിങ്ങ, പിന്നെ ഈന്തപ്പഴം, പിന്നെ പലതരം കാര്യങ്ങൾ വിളയിച്ചത്, ഇപ്പോൾ ഇഞ്ചി വിളയിച്ചത്, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ദാറ്റ് ഈസ് ഓറഞ്ച് പീൽ വിളയിച്ചത്, പിന്നെന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സോ, പിന്നെ എന്താ പറയുക ആൽമണ്ട്സോ, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചേർക്കാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വിസ്കിയിലോ അല്ലെങ്കിൽ വൈനിലോ എന്തെങ്കിലുമൊക്കെ സോക്ക് ചെയ്ത്, ബ്രാൻഡിയിലോ ഒക്കെ സോക്ക് ചെയ്ത്, അതായത് കുതിർത്ത് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു മാസം മുന്നെയോ ചിലരൊക്കെ അതിലും മുന്നെയൊക്കെ കുതിർത്ത് വയ്ക്കും. എന്നിട്ട് അത് നല്ല സോഫ്റ്റായിരിക്കും. അപ്പം നമുക്കിനി ബട്ടർ ക്രീം ഐസിങ് തയ്യാറാക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഐസിങ് എന്ന് പറഞ്ഞാൽ പല തരമാണ്. ഇതിപ്പോൾ ബട്ടർ ക്രീം ഐസിങ്, പിന്നെ റോയൽ ഐസിങ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ ഗനാഷുകളുണ്ട്, പല ടൈപ്പ് ഓഫ് ഐസിങ് ആണ്. പിന്നെ ഇത് കൂടാതെ ഫോൺടാൻ ഐസിങ് ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ ക്രീം ഐസിങ് ആണ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ മാത്രവും ചെയ്യാം. പകുതി ബട്ടറും പകുതി ഒരു ഷോർട്ടനിങ് എന്ന് പറയുമ്പോൾ ബട്ടറിൻ്റെ പകരം ഉപയോഗിക്കുന്ന കാര്യം. അതിപ്പോൾ അങ്ങനത്തെ ഒരു ഫാറ്റായിട്ടുള്ള മാധ്യമം, അത് മാർജറിൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കുക്കീസിലും കേക്സിലും ഒക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈറ്റാണ്. ബട്ടറിനെക്കാട്ടിലും വൈറ്റാണ്, പക്ഷേ ഒരു പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടെ സ്റ്റിക്കിയാണ്. ടേസ്റ്റ് ഒന്നും വലുതായിട്ടില്ല, പക്ഷേ ബട്ടറിന് കൂടുതൽ സ്വാദാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ബട്ടറിലും ചെയ്യാം. പകുതി ബട്ടറും പകുതി മാർജറിൻ മിക്സ് ചെയ്തിട്ടും ഐസിങ് തയ്യാറാക്കാം, ബട്ടർ ഐസിങ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു കുറച്ച് കൂടുതൽ ഐസിങ് വേണം, അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കുകയാണ്. 200 ഗ്രാം വെണ്ണ, 9 ഗ്രാം, അതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കുകയൊക്കെ ചെയ്യും, അത് കാര്യമാക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് വരികയാണ്. ഇനി വീണ്ടും നമുക്ക് കുറേശ്ശെ ഈ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പതഞ്ഞ് വരും, നന്നായിട്ട് ബ്ലെൻഡായി. അപ്പോൾ ഒരുപാട് പറക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര ഐസിങ് ഷുഗർ ഇങ്ങനെ തട്ടിയിട്ട് അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ 2 കേക്കും ഫില്ല് ചെയ്തിട്ട് ഐസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 കേക്കിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കേക്കിനെ നമുക്ക് കറക്റ്റ് നടുക്ക് വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം വേണമെങ്കിൽ കത്തി കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്തിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ലെവലേഴ്സ് വാങ്ങാൻ കിട്ടും, അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അതായത് ഇങ്ങനെ വെച്ചിട്ട് കേക്ക് ലെവലർ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ ആക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് ഒരു 4 നിലയുള്ള കേക്കാണ്.
അതിങ്ങനെ നമ്മൾ ഐസ് ചെയ്ത് ആദ്യം ഒരു ക്രം കോട്ട് കൊടുത്തു, അതായത് അതിൻ്റെ ചെറിയൊരു ഐസിങ് കൊടുത്തിട്ട് ഒരല്പനേരം ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് സെറ്റാകാൻ. അത് കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഐസിങ് ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്, ബട്ടർ ഐസിങ്. ഇനി നമുക്ക് ഇതിന് എന്ത് അലങ്കാരമാണ് കൊടുക്കേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചുറ്റും പല ടൈപ്പ് ഓഫ് ഐസിങ് ടെക്നിക്സ് ഉണ്ട്, പലതരം പൈപ്പിങ്ങുകൾ, പല കാര്യങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും ഷെൽ പാറ്റേൺ കൊടുക്കാം, പല പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ചെറിയ സ്റ്റാർ പാറ്റേൺ, ഡ്രോപ്പ് ഫ്ലവേഴ്സ് അതൊക്കെ ഈസിയാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു എന്താ പറയുക, റോസെറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റോസിൻ്റെ ആകൃതിയിലുള്ള ഒരു ഐസിങ് ഉണ്ട്, റോസെറ്റ്സ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഈ സൈസാണ് ആ ടിപ്പ്. ഈ ടൈപ്പ് ടിപ്പ് ഇട്ട് കഴിഞ്ഞാൽ റോസെറ്റ് ഫാഷനിൽ കിട്ടും. അപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ഐസ് ചെയ്ത് വരും. അപ്പോൾ താഴെ നല്ല ഡാർക്ക് പിങ്ക്, പിന്നെ ലൈറ്ററായിട്ട് ഞാൻ മേളിലേക്ക് കുറച്ചുകൂടെ വൈറ്റ് ഐസിങ് കൂടുതൽ മിക്സ് ചെയ്ത് പിങ്കിനെ കുറച്ചുകൂടെ ലൈറ്റർ ആക്കിയിരിക്കാം. അപ്പോൾ ഇനി ഈ ഇത്രയും പോർഷനും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ മേളിലേക്ക് കയറും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു കംപ്ലീറ്റ് സൈഡ്സ് മുഴുവൻ കവർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഐസിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു കാര്യമാണ് ഐസിങ്. പക്ഷേ കുറച്ച് ക്ഷമ വേണം, വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം, ഒരു ചെറിയ സ്കില്ല് വേണം. പക്ഷേ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും എളുപ്പമുള്ള ഐസിങ് പാറ്റേൺസ് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമ്മൾ മേളിലേക്ക് കയറാൻ പോവാണ്.